നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളെല്ലാവരും തമ്മിൽ കണ്ടിട്ടാവും വന്നിട്ടുണ്ടാവുക. എന്തുകൊണ്ടാണ് വീട് മാറിയത് ഈ ക്വസ്റ്റ്യൻ ഞാൻ കുറേ ആയി കേൾക്കണു. പക്ഷേ എനിക്ക് റിപ്ലൈ തരാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്തതും പിന്നെ ഞാനിപ്പോൾ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകുന്നുണ്ട്. സ്കൂട്ടിയുടെ അല്ല കേട്ടോ, കാറിൻ്റെ. അപ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇത് പറയാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ കുറച്ച് ലാഗാവും. അതിന് എങ്ങനെ ടെസ്റ്റ് പൊട്ടിയാലോ? പൊട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇന്നാണെങ്കിൽ ഡ്രൈവിംഗ് ക്ലാസ് കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോ പെട്ടെന്ന് അങ്ങോട്ട് എടുക്കാമെന്ന്. ഞാൻ ഓൾറെഡി വീട് ഷിഫ്റ്റ് ചെയ്യണ വീഡിയോകൾ കുറച്ച് ക്ലിപ്പുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ പറയാമെന്ന് വിചാരിച്ചത്. പക്ഷേ അതിലൊരു ഇൻട്രോയോ അല്ലെങ്കിൽ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഇടാം, അങ്ങനെ പറയാം, ഓൺ വോയിസ് ആയിട്ട് ചെയ്യാം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് വീഡിയോ ചെയ്യണ്ട. അപ്പോൾ കുറേ പേരാണ് ചോദിക്കുന്നു, വീടിൻ്റെ ഹോം ടൂർ കുറേ പേര് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ ചെയ്യാട്ടോ, എൻ്റെ ടെസ്റ്റ് അങ്ങോട്ട് കഴിഞ്ഞോട്ടെ. അപ്പോൾ ആദ്യം നമുക്ക് എന്തുകൊണ്ടാണ് വീട് മാറിയെന്നുള്ള ഇത് നമുക്ക് പറയാം. പിന്നെ ഇവിടെ ഒന്നും നോക്കണ്ട കേട്ടോ, ഇവിടെ അങ്ങനെ കബോർഡ് വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നടക്കുമെന്ന് അറിയില്ല. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇങ്ങനെ കാണാതെ ഒതുങ്ങിയിരിക്കും. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ റെൻറ്റിന് താമസിച്ചിട്ട് 2 മാസം 3 മാസം ആയിട്ടുള്ളൂ. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ എന്താ വീട് മാറിയെന്ന് കുറേ പേര് ചോദിച്ചു. അപ്പോൾ നമ്മൾ റെൻറ്റിന് താമസിക്കാൻ വേണ്ടി പോകുമ്പോൾ തന്നെ നോക്കിക്കൊണ്ടിരുന്നത് ഒരു ഒറ്റ വീടായിരുന്നു. അതായത് ഒരു വീട് പോലെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെ കിട്ടൽ ഇത്തിരി പ്രയാസമാണ്. അപ്പോൾ അങ്ങനെ തപ്പി നിൽക്കുന്ന നേരത്താണ് ഇപ്പോൾ 20-ാം തീയതി ദുബായിൽ നിന്ന് വരുള്ളൂ എന്ന് പറഞ്ഞ കാരണം പെട്ടെന്ന് 10-ാം തീയതി 12-ാം തീയതി ആകുമ്പോഴേക്കും പെട്ടെന്ന് വന്നത്. അപ്പോൾ എനിക്ക് നോക്കാനുള്ളൊരു സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ OLX തപ്പിയിട്ടാണ് ഈ ഒരു വീട്, അതായത് ഞങ്ങൾ മുന്നേ താമസിച്ച ഫ്ലാറ്റ് കണ്ടുപിടിച്ചത്. അപ്പോൾ എന്താ പറയുക, ആ ഫ്ലാറ്റ് കണ്ടുപിടിച്ചത്. പിന്നെയെന്ന് വെച്ചാൽ പിന്നെ ഓടാനും സമയമില്ല. സാധനങ്ങൾ വാങ്ങി എല്ലാം സെറ്റാക്കണം. കണ്ണം വരാറായി. പിന്നെ കുക്കുവിൻ്റെ സ്കൂളടുത്ത്, എൻ്റെ വീടടുത്ത്, എല്ലാത്തിനും സൗകര്യമുള്ള ഒരു ഫ്ലാറ്റായിരുന്നു അത്. അപ്പോൾ ഓക്കെ, നമ്മൾ അവിടെ തന്നെ താമസിക്കാം. ഇനി എങ്ങാനും വീട് കിട്ടുകയാണെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് മാറാമെന്നുള്ളൊരു പ്ലാന് മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ കിട്ടുമെന്ന് വലിയ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് നമ്മൾ ഫ്ലാറ്റിലേക്ക് താമസം മാറിയത്. എന്നിട്ട് ഒരു 2-3 മാസത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് വീടുകൾ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവസാനം നമ്മൾ വീണ്ടും OLX തപ്പിയിട്ടാണ് ഫ്ലാറ്റ് കിട്ടിയത്. വീണ്ടും ഒരു ജസ്റ്റ് ഒന്ന് വെറുതെ OLX തപ്പി നോക്കിയപ്പോൾ ഒരു ഏജൻസിനെയാണ് ഞങ്ങൾ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ ഏജൻസിനെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ 2-3 വീട് നമുക്ക് നമ്മുടെ എവിടെയാണ് ലൊക്കേഷൻ വരുന്നത് ചോദിച്ചാൽ അത്താണിയാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ അടുത്തുള്ള വീടുകൾ തന്നെ കാട്ടിത്തന്നു. ലാസ്റ്റാണ് ഈ വീട് കാട്ടിത്തന്നത്. ഈ വീട് കാട്ടിത്തന്നപ്പോൾ തന്നെ നമുക്കൊരു നമ്മുടെ സ്വന്തം വീട് പോലൊരു ഫീല് തോന്നി. അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ താമസിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ട് വേണം മാറാൻ. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചു. അവർക്ക് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ എന്തായാലും ഒരു കൊല്ലത്തേക്കാണ് നമ്മൾ കരാർ ചെയ്തത്. അപ്പോൾ ഒരു കൊല്ലം നമ്മൾ എന്തായാലും അവിടെ നിൽക്കണമല്ലോ. അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ മാറിക്കോളൂ, ഇന്ന ഡേറ്റിന് മാറിക്കോളൂ പറഞ്ഞു. അപ്പോൾ ഇവിടെ മുന്നേ വാടകക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒഴിഞ്ഞു പോകുന്ന ഡേറ്റും ഞങ്ങൾ ഇവിടുന്ന് മാറുന്ന ഡേറ്റും ഞങ്ങൾക്ക് എല്ലാം കൊണ്ട് സെറ്റായി. അങ്ങനെയാണ് ഞങ്ങൾ ഏത് വീട്ടിലേക്ക് മാറിയത്, ഈ വീട്ടിലേക്ക് മാറിയത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാൻ ഓക്കെ ആണോ എന്നും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ സാധാരണ വാടകയ്ക്ക് മാറുമ്പോൾ ആൾക്കാർ വീട് വാടക എല്ലാം കൂടെ നോക്കും. പക്ഷെ നമ്മൾ കൂടുതൽ ഒന്നുകൂടെ ഒരു പടിക്ക് മുകളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ കൂടെ സൗകര്യമുള്ള വീടാണോ എന്ന് നോക്കും. അപ്പോൾ എല്ലാം കൊണ്ട് ഓക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഈ വീട്ടിലേക്ക് ഷിഫ്റ്റ് ആയി. അപ്പോൾ ഷിഫ്റ്റ് ആയതും പിന്നെ ബാക്കി കുറച്ച് ക്ലിപ്പുകളും ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് വീട് ഷിഫ്റ്റ് ചെയ്യണതിൻ്റെ അന്ന് എടുത്ത കുറച്ച് വീഡിയോകളാണ് കേട്ടോ. ഒരു ദിവസത്തിൽ ഒരുമിച്ചല്ല ഞങ്ങൾ ഷിഫ്റ്റ് ആയത്. അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് കൊണ്ടുവച്ച് ആദ്യം വെയിറ്റില്ലാത്ത സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് വെയിറ്റുള്ള സാധനങ്ങളൊക്കെ ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് കൊണ്ടുവച്ചത് കേട്ടോ. അപ്പോൾ ഇവിടെ ആനക്കാരും നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ചേനക്കാരും ചെയ്യാന്നൊക്കെ പറയില്ലേ, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വീട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പുതിയ പൈപ്പ് മേടിച്ചിട്ട് വണ്ടി കഴുകാൻ പറ്റുമെന്നാണ് ഒരാൾ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീട്ടിലേക്ക് മാറുമ്പോൾ നമ്മൾ ബോറടി മാറ്റാനായിട്ട് ഒരു TV മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ഫ്രിഡ്ജൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അവിടെ മുന്നേ ഫ്ലാറ്റിൽ താമസിച്ച സമയത്ത് അവിടെ ഒരു കബോർഡ് ഉണ്ടായിരുന്നു. ഇവിടെ കബോർഡുകളുണ്ട്, പക്ഷേ ഷോക്കേസിൻ്റെ പോലത്തെ കുഞ്ഞേ കബോർഡുകളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് അലമാര ഉണ്ട്. അതെൻ്റെ അലമാര കണ്ണൻ്റെ വീട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരൊരു അലമാര പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പഴയതാണ്. അപ്പോൾ അതിൽ അവരുടെ കുറച്ച് തുണികളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഞാൻ എൻ്റെ തുണികളൊക്കെ അതിൽ വെച്ചു. അവരുടെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു 2 ഉണ്ട്, 2 വേണമെങ്കിൽ യൂസ് ചെയ്തോളൂ, എന്താ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഇത് മതി, നമ്മൾ മാത്രം തന്നെയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അമ്മ വന്നിട്ടുണ്ടായിരുന്നു പിറ്റേന്ന് വീടിൻ്റെ എല്ലാ
സാധനങ്ങളും കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അമ്മ വന്നു, പാലൊക്കെ കാച്ചി, പിന്നെ ഞങ്ങൾ ചോറ് വയ്ക്കാനുള്ള പരിപാടിയിലാണ്. വീട് മാറുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചത് വിരലിൽ ഉണ്ടാകുന്ന സാധനങ്ങളേ ഉള്ളൂ എന്ന്. പക്ഷെ നമ്മളൊരു വീട്ടിൽ താമസിച്ച് വന്ന് അവിടെ മേടിച്ച് കൂട്ടിയ സാധനങ്ങൾ പറക്കി കൊണ്ട് വന്നപ്പോഴാണ് മനസ്സിലായത് കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മറ്റേ വീടുണ്ടല്ലോ, മറ്റേ ഫ്ലാറ്റ്, അവിടെ നിന്ന് അടിച്ചോരി തുടച്ചിട്ട് കൊടുത്തു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്തോളൂ, നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും. കാരണം നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ പോസിറ്റീവ് മാത്രം വരണമെന്നില്ല, നെഗറ്റീവും വരാം. അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.